എനിക്ക് നേരെ വൻ തോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത്. എന്നെക്കുറിച്ച് പറയാത്തതായി ഒന്നും തന്നെ ബാക്കിയില്ല. അത്രയധികം മോശമായ കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആർക്കാണെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഞാനത് താങ്ങി. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ എനിക്ക് ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ. 2 മെസ്സേജ് അയച്ചു, കുറച്ച് മെസ്സേജുകൾ അയച്ചു, അത് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി നിരന്തരമായി പല സ്ത്രീകളെയും ഇങ്ങനെ ട്രാപ്പിലാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണോ ആലോചിക്കേണ്ടത്? ഞാൻ എൻ്റെ മറ്റു സഹോദരിമാരെ കുറിച്ചും ഒന്ന് ആലോചിക്കണ്ടേ? ഇത് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് ഇതുപോലുള്ള ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ ഞാനും കൂടി സഹായകമാകണമോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെച്ചത്. ആരെയും ഉപദ്രവിക്കാനല്ല, ആരെയും തകർക്കാനല്ല. ആ വ്യക്തി നവീകരിക്കപ്പെടണം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന യുവാക്കൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം, സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരായിരിക്കണം, ധാർമ്മികതയോടെ മുന്നേറുന്നവരായിരിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചല്ല. ഏത് പ്രസ്ഥാനത്തിലെയും ഏത് പാർട്ടിയിലെയും രാഷ്ട്രീയ